സോ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു GTFL. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അതെ, ഇത് GTFL തന്നെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നിലവിൽ ISL ആയിരുന്നു. എന്നാൽ നിലവിലെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും കാരണം ISLിലെ കണ്ടന്റ് താൽക്കാലികമായി മാറ്റിവെക്കുകയാണ്. വീണ്ടും ISLിൻ്റെ അപ്ഡേറ്റുകൾ വരുമ്പോൾ വീണ്ടും ഈ ഒരു ചാനൽ ISL അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. അതുവരെ നമ്മൾ മൂവി അപ്ഡേറ്റ്സ് ആയിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. സോ ഇനി മുതൽ ഈ ഒരു ചാനലിൽ ISL അപ്ഡേറ്റ്സ് കൂടാതെ മൂവി അപ്ഡേറ്റ്സും ഇടുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ ISL അപ്ഡേറ്റ്സിനുമായി ഈ ഒരു ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നെസ്ലിൻ നായകനായി അടുത്തതായി എത്തുന്ന ചിത്രമാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത്. സോ ഇന്ന് പടത്തിന്റെ പൂജയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പടത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം ആരംഭിക്കുന്നതായിരിക്കും. നെസ്ലിൻ ഇപ്പോൾ നിലവിൽ ടിക്കി ടാക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ലുക്കിലാണ്. ടിക്കി ടാക്കയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിയുമ്പോൾ ഉടനെ തന്നെ മോളിവുഡ് ടൈംസിന്റെ സെറ്റിൽ നെസ്ലിൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫിലിം സംവിധാനം ചെയ്യുന്നത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന്റെ ഡയറക്ടറായിട്ടുള്ള അഭിനവ് എസ് നായക് ആണ്. സോ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൂലിയെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് അപ്കമിംഗ് മൂവിയാണ് ഈ ഒരു കൊല്ലത്തെ കൂലി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ഫിലിമിന്റെ ഹൈപ്പ് എത്രത്തോളമാണെന്നുള്ളത്. എന്തായാലും ലോകേഷ് കനകരാജ് തന്നെ കൂലിയുടെ ട്രെയിലറിനെ പറ്റി തന്നെ ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 2 കൂലിയുടെ ട്രെയിലർ പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കുറച്ച് നാൾ മുമ്പ് കൂലിയുടെ റിലീസിന് മുമ്പ് ട്രെയിലറോ ടീസറോ ഒന്നും ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകേഷ് കനകരാജ് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ് ഓഗസ്റ്റ് 2 കൂലിയുടെ ട്രെയിലർ ഉണ്ടാവുമെന്ന്. സോ വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.